ഹായ് എവ്രി വൺ, എല്ലാവർക്കും അമ്മ വെബ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സബ്ജക്റ്റ് വേർബ് കോൺകോഡിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അതായത് നമ്മൾ അന്ന് പറഞ്ഞതിൻ്റെ ബാലൻസ് പോർഷൻ ഉണ്ട്, വേരിയേഷൻസും എക്സെപ്ഷൻ കേസസും എന്തൊക്കെയാണെന്ന്, റിമൈനിങ് പോർഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. When using with, along with, together with, or as well as to connect subjects, the verb agrees only with the primary subject preceding the phrase, not with nouns included in the with phrase. Listen, ഇവിടെ നമുക്ക് with, along with, together with അല്ലെങ്കിൽ as well as ഇങ്ങനെയുള്ള വേർഡ്സോ ഫ്രേസസോ ഉപയോഗിച്ച് രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്തൊരു സെൻറ്റൻസ് ഉണ്ടായാൽ ആ വേർബ് സിംഗുലർ ആയിരിക്കുമോ പ്ലൂറൽ ആയിരിക്കുമോ? സിംഗുലർ ആവണമെങ്കിൽ അവിടുത്തെ പ്രൈമറി സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കണം. പ്രൈമറി സബ്ജക്റ്റ് അഥവാ മെയിൻ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും, അത് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ ഇറ്റ് എഗ്രീസ് വിത്ത് ദ മെയിൻ സബ്ജക്റ്റ് ഓൺലി അല്ലെങ്കിൽ ദ ഫസ്റ്റ് സബ്ജക്റ്റ് ഓൺലി, അതാണ് അതിൻ്റെ റൂൾ. വിത്ത് ഫ്രേസിൻ്റെ കൂടെയുള്ള നൗണുമായിട്ട് അത് എഗ്രി ചെയ്യില്ല. ഇഫ് ദ മെയിൻ സബ്ജക്റ്റ് ഇസ് സിംഗുലർ, യൂസ് എ സിംഗുലർ വേർബ് ഈവൻ ഇഫ് ദ ഒബ്ജക്റ്റ് ഓഫ് വിത്ത് ഇസ് പ്ലൂറൽ. അപ്പോൾ വിത്തിൻ്റെ ഓബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും മെയിൻ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യേണ്ടതാണ്. കുറച്ച് എക്സാമ്പിൾസിലൂടെ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദീസ് എക്സാമ്പിൾസ്. സാറ വിത്ത് ഹെർ ടീംമേറ്റ്സ് ഇസ് ഗോയിങ് ടു ദ പാർട്ടി. സാറയാണ് ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് അഥവാ മെയിൻ സബ്ജക്റ്റ്. ടീംമേറ്റ്സ് അത് സെക്കൻഡ് വരുന്ന സബ്ജക്റ്റാണ്, അത് നോക്കണ്ട. സാറ സിംഗുലർ ആയതുകൊണ്ട് വേർബ് ആയ ഈസ് കണ്ടോ സിംഗുലർ ആണ്. റൂൾ ഇഫ് ദ മെയിൻ സബ്ജക്റ്റ് ഇസ് പ്ലൂറൽ, യൂസ് എ പ്ലൂറൽ വേർബ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ദ ബോയ്സ് അക്കമ്പനീഡ് ബൈ ദർ ടീച്ചർ ആർ പ്ലാനിങ് എ ടൂർ. ഇവിടെ ബോയ്സിനാണ് ഇമ്പോർട്ടൻസ്. ബോയ്സ് ആണ് മെയിൻ സബ്ജക്റ്റ് അഥവാ ഫസ്റ്റ് സബ്ജക്റ്റ്. അക്കമ്പനീഡ് ബൈ ദർ ടീച്ചർ സിംഗുലർ ആണ്, അത് നോക്കണ്ട. ദ ബോയ്സ് പ്ലൂറൽ ആണ്. ആ പ്ലൂറൽ എന്ന സബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വേർബ് ഏതാണ്? ആറാണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ ദ ബോയ്സ് എന്ന പ്ലൂറൽ നോക്കിയാൽ മതി, ദ ടീച്ചർ എന്നുള്ള സിംഗുലർ ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ദിസ് ഈസ് ദ റൂൾ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. ലെറ്റ് us do a worksheet. Fill in the blanks with the correct form of the verb. Each of the girls dash her own dress. ഇത് നിങ്ങൾ ആൻസർ നോക്കാതെ ചെയ്യണം ആദ്യം. ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഈച്ച് ഓഫ് ദ ഗേൾസ്. ഈച്ച് വന്നാൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഹാസ് സിംഗുലറും ഹാവ് പ്ലൂറലുമാണ്. സോ ആൻസർ ഏതായിരിക്കും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഈ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. ദ ആൻസേഴ്സ് ആർ ഈച്ച് ഓഫ് ദ ഗേൾസ് ഹാസ് ഹെർ ഓൺ ഡ്രസ്. മനസ്സിലായി കാണും. ഈച്ച് വന്നാൽ സിംഗുലർ. 5 miles is a long distance. ഡിസ്റ്റൻസ് പറയുമ്പോൾ സിംഗുലർ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. മെനി മെൻ ഹാവ് ട്രൈഡ് ഹാർഡ് to climb the treacherous mountain range. Many men, അത് പ്ലൂറലാണ്, സോ have is used. Next one. The furniture of the house is quite impressive. ഫർണിച്ചർ എല്ലാ കേസിലും നമ്മൾ സിംഗുലർ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. മോർ ദാൻ വൺ ഫർണിച്ചർ ഉണ്ടെങ്കിലും ഒരു ഫർണിച്ചർ ആണെങ്കിലും ഫർണിച്ചർ എന്നേ പറയുള്ളൂ, അതുപോലെ സിംഗുലർ വേർബേ യൂസ് ചെയ്തുള്ളൂ. A few students are coming to the party. ഇവിടെ എ ഫ്യൂ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ആർ പ്ലൂറലാണ് യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് റിട്ടൺ ആസ് ആർ. ലെറ്റ് us do one more worksheet. ഉമ, മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ഡാഷ് ലീവിങ് ഫോർ ഡൽഹി നെക്സ്റ്റ് മന്ത്. ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഇതിൽ പ്ലൂറലാണോ സിംഗുലർ ആണോ വരുന്നതെന്ന് നോക്കാം. ലെറ്റ് us read the answers. ഉമ, മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് is leaving for ഡൽഹി നെക്സ്റ്റ് മന്ത്. ഇവിടെ ഉമയാണ് നോക്കേണ്ടത്. ഉമ ഈസ് ദ ഫസ്റ്റ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് ഈസ് എന്ന വേർബ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ഗവൺമെൻറ് എംപ്ലോയീസ്. മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് എന്തായാലും പ്ലൂറൽ ആണല്ലോ. ദ ലെവൽ ഓഫ് പെയിൻ ടോളറൻസ് വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ ലെവൽ ഓഫ് പെയിൻ ആണ്, ആ ലെവൽ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. എയ്തർ ടീന ഓർ രോഹിത് ഇസ് ടെല്ലിങ് ലൈസ്. അപ്പോൾ ഇത് എയ്തർ ഓർ വരുമ്പോൾ എന്താണ് റൂൾ? വേർബിനോട് അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈസാണ്, രോഹിത് സിംഗുലർ ആണ്. എ നമ്പർ ഓഫ് പീപ്പിൾ വെർ റിപ്പോർട്ടഡ് ടു ഹാവ് ഫോളൻ സിക്ക് ആഫ്റ്റർ ഡ്രിങ്കിങ് ദ വാട്ടർ ഫ്രം ദ ട്യൂബ് വെൽ.
ഇപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ആണ്, ഒത്തിരി പീപ്പിൾ ഉണ്ട്, അതുകൊണ്ട് അത് പ്ലൂറലാണ്. വെയർ ഈസ് യൂസ്ഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.